കൊച്ചിനെ എടുത്തപ്പോൾ കൊച്ചിന് ബോധം ഉണ്ടായിരുന്നില്ല, കുഴഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചു. ഞാൻ ഈ പൊക്കിയെടുത്ത് നെഞ്ചത്ത് പിടിച്ച് എടുത്തിട്ട് കമത്തി തട്ടി. ഒരു 4 വയസ്സ് മുതൽ നീന്തൽ പരിശീലിപ്പിക്കും. അപ്പം മുതൽ നീന്തുകയും ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്കാണ് ഇങ്ങനെ ഒരു കണ്ടതെങ്കിൽ പെട്ടെന്ന് നോക്കി, കാരണം ആളെ ഒന്ന് വിളിച്ചു കൂട്ടാനേ പറ്റുള്ളൂ, കാരണം എനിക്ക് നീന്തലറിയില്ല. ഈ ചിറയിലേക്ക് അബദ്ധത്തിൽ വീണുപോയതാണ് ഒരു 2.5 വയസ്സുകാരൻ. അവന് രക്ഷകയായി എത്തിയത് ഒരു 10 വയസ്സുകാരി. കോതമംഗലം കാപ്പുച്ചിറയിലെ ഫാത്തിമ സെഹ്റ. ഞാൻ ഇങ്ങനെ അവിടുന്ന് സൈക്കിളോട്ട് വന്നപ്പോൾ എലീമ പറഞ്ഞു അവിടെ ഒരു കൈ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ചിറയിലേക്ക് ഇറങ്ങി കൊച്ചിനെ എടുത്തിട്ട് തോളത്ത് എടുത്തി മുട്ടി. ഞാൻ ഈ പൊക്കിയെടുത്ത് നെഞ്ചത്ത് പിടിച്ച് എടുത്തിട്ട് കമത്തി തട്ടി. എന്നിട്ട് ആ ഇത്താക്ക കൊടുത്തപ്പോൾ ആ കൊച്ച് ഫുൾ ഛർദ്ദിച്ചു പോയി. ഞാൻ കൊച്ചിനെ എടുത്തപ്പോൾ കൊച്ചിന് ബോധം ഉണ്ടായിരുന്നില്ല, കുഴഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചു. പിന്നെ കൊച്ച് കുറച്ച് ഛർദ്ദിച്ച്, പിന്നെ കുറച്ച് ബോധം വന്നു. പിന്നെ ഫുൾ ഛർദ്ദിച്ചപ്പോൾ മനുഷ്യ വലുതാണ്. ആദ്യം വലുതാണ് വിചാരിച്ചു, വലിയ കൊച്ചാണ് വിചാരിച്ചു. പിന്നെ അടുത്തെത്തിയപ്പോൾ കുഞ്ഞിതാണ് വിചാരിച്ചത്. ഈ കുട്ടി 2 വയസ്സ് മാത്രമുള്ള പ്രായമുള്ള കുട്ടിയാണ്. മലപ്പുറത്ത് നിന്ന് വന്ന് അപ്പോൾ വെള്ളം കണ്ടിട്ട് അതിൽ ആകർഷമായിട്ട് ഇറങ്ങിയതായിരിക്കും. ചിലപ്പോൾ കാൽ വഴുതി വീണാന്നുള്ള ഇതായിരിക്കും. അത് ആരും കണ്ടില്ല. മകള് അടുത്ത് ചിറ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം ചിറയിലും ഇറങ്ങണതുകൊണ്ട് ഒരു 4 വയസ്സ് മുതൽ നീന്തൽ പരിശീലിപ്പിക്കും. അപ്പം മുതൽ നീന്തുകയും ചെയ്യുമായിരുന്നു. ഈ ചിറ സുപരിചിതമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ധൈര്യത്തോടുകൂടി ഇറങ്ങാൻ അതായിരിക്കും കാരണമായത്. ഇപ്പം എനിക്കാണ് ഇങ്ങനെ ഒരു കണ്ടതെങ്കിൽ പെട്ടെന്ന് നോക്കി, കാരണം ആളെ ഒന്ന് വിളിച്ചു കൂട്ടാനേ പറ്റുള്ളൂ, കാരണം എനിക്ക് നീന്തലറിയില്ല. ഇവർ ഇത്ര അടുത്ത് തന്നെ ചിറയുള്ളത് കൊണ്ട് ഇവർ 3 പേരും നന്നായി നീന്തും. വാപ്പിയാണെങ്കിലും നീന്തണം കൊണ്ട് മോളിങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു എന്ന് അടുത്തുള്ള ആളുകളും പരിസരവാസികളൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു ഭയങ്കര പുണ്യപ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ള ഒരു അഭിമാനം തോന്നി. അവൾ ആദ്യം ഇത്ര ഒരു വലിയ കാര്യം ചെയ്തതെന്നുള്ള അവൾക്കറിയില്ല. ഇങ്ങനെ എല്ലാവരും ഇത് പിന്നീട് എല്ലാവരും തന്നെ വാർഡ് മെമ്പർ എല്ലാവരും ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തർ വരലും ട്രോഫി കൊടുക്കലും അങ്ങനെയൊക്കെ ആയപ്പോൾ അവൾക്ക് വളരെയധികം ഇതായത്.